മഴയായപ്പോൾ എല്ലാം കാട് കയറി ഉണ്ടോ. മുറ്റത്തൊക്കെ എന്തോ ഒരു വനം പോലെ ഈ കാട്. ഉണ്ടോ കദളി വാഴ. ഇതാണ് കദളി വാഴയാണ്. ചുമന്ന കായുള്ള കൊല വാഴ. ഇതുണ്ടോ ഇതിൽ നിന്ന് ഒരു കൊല നമ്മൾ വെട്ടിയതാണ്. അതിൻ്റെ തൈ വളർന്നു വന്നതാണിത്. വേറെയും തൈകളുണ്ടോ. പിന്നെ ഞാനൊരു പടവലം കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടായിരുന്നേ, പടവലങ്ങ. പക്ഷെ അത് നന്നാവുന്നില്ല. ഉണ്ട്, അതിൻ്റെ പൂവാണ് ഇത്. പടവലങ്ങയുടെ പൂവൊക്കെയാണ് മഴ കാരണം നാശമായി പോവുക. ഇവിടം വരെ ഇങ്ങനെ കയറ്റി വിട്ടിട്ടുണ്ട്. ഉണ്ടോ, ഇതാണ്. നമുക്ക് നന്നാവുമെന്നൊന്നും അറിയില്ല, കായ് കിട്ടുമോയെന്നൊന്നും അറിയില്ല. എന്തോ ഇതിൻ്റെ ഇലയല്ല, എന്തോ ഒരു സാധനം ഇല നുള്ളി തിന്നിട്ട് പോവുക. ഇതിൻ്റെയൊക്കെ ഇല ഇങ്ങനെയുള്ള കുഞ്ഞില എന്തോ സാധനം വന്ന് കൊത്തി തിന്നു പോവുക. നമ്മൾ എന്ത് നട്ടാലും അത് നന്നാകുന്നില്ല. അതുണ്ടോ ഈ ഇല ഒക്കെ, ഇതൊക്കെ ഓരോ സാധനങ്ങൾ കൊത്തിക്കൊണ്ട് പോകണതാണ്. അതായത് പക്ഷികളാണ്. ഇതാണ് പടവലങ്ങേൻ്റെ പൂവ്. ഉണ്ടോ, വീണുപോയി. എന്താ ഇതൊക്കെ പടവലങ്ങേൻ്റെ പൂവാണ്. എന്താ എന്താ നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല ഭംഗിയാണ്. കുറച്ചും കൂടി കരുത്തായിട്ട് ഇത് വളർന്നു വന്നാൽ ഇച്ചിരി നല്ല ഭംഗിയിൽ ഈ പൂവൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ലപോലെ കായും ഉണ്ടാവും. ഇതാ ഈ പ്രാണികളാണ് ഇതൊക്കെ തിന്നുന്നത്. കണ്ടോ, ഇത് കണ്ടോ, ഇതാണ് ഈ പ്രാണികൾ. അതിൻ്റെ പൂവും അതിൻ്റെ ഇലയും എല്ലാം തിന്നുന്നത്. അതിൻ്റെ ഇല തിന്നേക്കുന്നുണ്ടോ. ഇതാണ് സാധനം. അതിൻ്റെ പൂവെല്ലാം തിന്നുന്നത് ഇതാണ്. ഇതൊക്കെ കണ്ടോ നല്ല ഇല. പക്ഷെ ഇത് നോക്കി, ആ പ്രാണി തിന്നതാണിത്, ഈ ഇല. അപ്പോൾ നമുക്ക് എങ്ങനെയൊരു പച്ചക്കറി ഉണ്ടാകുക. ഉണ്ടോ, ഒക്കെ ആ പ്രാണി തിന്നതാണ്. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നോക്കി വയ്ക്കും. പക്ഷേ ഈ പ്രാണികൾ നിമിഷ നേരം കൊണ്ട് അവരത് കണ്ടോ തിന്ന് തീർക്കും. ഒരെണ്ണം പറന്ന് ഇങ്ങോട്ട് പോയിട്ടുണ്ട്. അടുത്ത ഇല, അതാ അടുത്ത ഇലയിലേക്ക് കയറി. ഉണ്ടോ, ഇത് എന്തൊരു ജീവിയാന്ന് നോക്കി എല്ലാ സാധനവും നശിപ്പിക്കുന്നതാണിത്. മഴ ആയതുകൊണ്ട് കറിവേപ്പ് നന്നാകുന്നില്ല. ഇലയെല്ലാം പോയി. ഇത് കാച്ചിലിൻ്റെ വള്ളി. ഇതാണ് അതിൻ്റെ. ഇതൊരു വള്ളി കാച്ചിലിൻ്റെയാണ്. ഇതാണ് അതിൻ്റെ ചൂട്. കപ്പളം. മഴയായപ്പോൾ ഓരോന്ന് മുളച്ച് വരുന്നുണ്ട്. എൻ്റെ കാച്ചിലിങ്ങനെ കയറി പോകുന്നത്. എന്താ ഈ മരത്തേലങ്ങനെ കയറിയിട്ടുണ്ട്.
ഇതിൻ്റെ കാ നമുക്ക് കഴിക്കാൻ പറ്റും. ഞാനിത് കഴിക്കലുണ്ട്. ഇടയ്ക്ക് ഒരെണ്ണമൊക്കെ പറിച്ചില്ല. എന്താ ഇത് തിന്നാം. പണ്ടൊരു പാട്ടിൽ പറയില്ലായിരുന്നോ, കദളി വാഴ കയ്യിലിരുന്ന് കാക്ക വിരുന്ന് വിളിച്ച്. ശോഭാസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം.